അവരുടെ പ്രൗഢിക്കും അവരുടെ പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഇവിടെ പരിപാലിച്ചു. ഒരു കാലത്ത് അവർക്ക് ആ പ്രൗഢിയും പ്രശസ്തികളും ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ആരാധിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഒരു ഭാരം പോലെ തോന്നി. അവരവിടുന്ന് ഇവിടെയല്ല, കുറച്ച് അപ്പുറത്താണ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് ആ കല്ല് പിഴുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടു എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആ ഒരു ദേഷ്യം ദൈവത്തിന് വന്നു. ആ സമയത്താണ് ഈ ദൈവം ഒരു രൂപം, ഭയങ്കരമായിട്ടുള്ളൊരു രൂപം. അതാണ് ഇവിടെ ഒരു ഒട കാണുന്നത്. എല്ലായിടത്തും ഒടയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു രൂപത്തിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിനാശം കാണിക്കുന്ന സമയത്ത് ഇവർ ആശയം വെച്ചപ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് അതിൻ്റെ ശക്തി. അപ്പോൾ അതിനൊന്ന് വീണ്ടും നിങ്ങൾ പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇവിടെ പരിപാലിച്ചു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് ഈ രേരമംഗലത്ത് ഭഗവതി. അപ്പോൾ ആ ദൈവത്തെ കണ്ട് വണങ്ങുന്നതാണ് ആദ്യത്തെ ദിവസം. പിന്നെ എല്ലാ ദിവസവും ഇവിടെ തെയ്യുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആദ്യം ദൈവമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ കുറി കൊടുക്കും. രേരമംഗലത്തെ ഭഗവതിൻ്റെ ഒന്നാമത്തെ കാര്യസ്ഥനായിട്ടുള്ളതാണ് ഈ ഗുളികൻ മാറണം.
ഉണ്ടായി. അതാണ് ആകാശം. ആകാശത്ത് നിന്ന് പൃഥ്വിതത്വം, ജലം, ജലത്തിന് രസം, രസത്തിന് നപ്പ് അല്ലെ, അങ്ങനെ പഞ്ചതന്മാത്രകൾ അന്ന് ആവിർഭവിച്ചു പോരുന്നതാ വേളെങ്കിൽ വിശ്വകർമാവിന്റെ മകൾ സബ്ജിക്ക് സൂര്യഭഗവാനിൽ ഞങ്ങൾ 101 വിളിക്കന്മാർ അല്ലെ, ആദിത്യൻ ഉദിച്ച് പടിഞ്ഞാറോട്ട് അസ്തമിച്ചു പോരുന്നതാ വേളെങ്കിൽ ഓംകാരം എന്നിരിക്കുന്ന അന്ധകാരത്തെങ്കിൽ അട്ടഹാസത്തെ മുഴക്കിക്കൊണ്ട് അങ്ങനെ അല്ലേ തുള്ളി പുറപ്പെട്ടു അല്ലെ, കുന്തം പുറപടി കഥയെടുത്തു. കാളാമക്കോട്ട, മൂളാമക്കോട്ട, കുഞ്ഞിക്കണ്ണിക്കോട്ട, പല പല കോട്ടകൾ താണ്ടി ഒടുവിൽ അഗ്നികോട്ട മുൻപേറമായിട്ടെത്തി അല്ലെ. അഗ്നികോട്ട മുൻപേറമായിട്ട് എത്തിച്ചേരുന്ന വേളെങ്കിൽ ബ്രഹ്മാവ് ഉര ചെയ്തു. ആരാണ് അഗ്നികോട്ട മുൻപേറമായിട്ട് കൈയെടുത്തത്? എന്റെ ബ്രഹ്മാവ്. ഞങ്ങൾ തന്നെ 101 ഗുളികന്മാര് എന്താവശ്യപ്പെട്ടു? ഭൂലോകത്ത് നരഭൂതന്മാർ വർദ്ധിച്ചു. എന്റെ ഗുളിക അങ്ങനെ ഇരിക്കുന്നതായ വരം അങ്ങനെ ഇരിക്കുന്ന വരമെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ഭൂലോകത്ത് തുള്ളിപ്പുറപ്പെട്ടു. അങ്ങനെ എനിക്ക് ധാരമായിട്ട് അടൂർ മധൂർ കാവ് കന്യാഭിദേവനും നലിപുരിഭൂതങ്ങളും ബോരിങ്കത്തപ്പനും മിരിങ്കശാസ്താവും പൂമാനി കിഞ്ഞിമാനി പടുകളത്ത് ബുധക്കന്മാരും എന്റെ നായനാറൊക്കനാൽ കണ്ട് വണക്കി ചെയ്ത ശേഷം മംഗളാർ ശാസ്താവിന്റെ ആനാറും കുമ്പള ഗോപാലകൃഷ്ണന്റെ ആനാറും കാസർഗോഡ് മലികേശന്റെ ആനാറും തിക്കണ്യാലപ്പനും പാലക്കുന്നവരെന്റെ ആനാറും 8 സ്വരൂപനാഥം കുണ്ടംകുഴപ്പന്റെ ആനാറും മടിങ്കുലപ്പന്റെ ആനാറും കളിയിലപ്പനും എന്റെ ആനാറും കാൽഭോജന്റെ ആനാറും ചെറുത്തൂർ വൈരയാഥന്റെ ആനാറും പൂമാല ഭഗവതിയും കുട്ടമത്തപ്പനും തിമിരി ശാസ്താവും അതിന് ശ്രേഷ്ഠമായിട്ട് അല്ലേ കുന്നുമൽ പരിതാപത്തിന്റെ ആനാറും വേങ്ങാക്കോട്ട അഷ്ടാനുഭീറമായിട്ടും അങ്ങനെ എവിടെയും കണ്ട് വളക്കിയ ശേഷം രേരമംഗലത്ത് ഭഗവതി എൻ്റെ നാനാരുടേതായ 1ാം കാര്യസ്ഥനായിട്ട് നാട്ടിലേക്കൊരു അല്ലേ വിളക്ക് പോലെ ഈ ദേവൻ ആരാധിക്കുന്നു. അല്ലേ ില്ല എന്നെ നനയ്ക്കാത്തതായ ദിനങ്ങളില്ല. എന്റെ ഭക്തര് ഊണിലും ഉറക്കിലും 64 വിനാഴികയും ഞാനെന്നിരിക്കുന്ന പഞ്ചാക്ഷര മന്ത്രം ഉരുക്കഴിക്കുന്ന വേളയെങ്കിലും നിഴല് പോലെ ഈ ദേവൻ അവിടെ കൂടി ചെന്നിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ ആർക്കെങ്കിലും ഭജിച്ചോളും കേട്ടോ ബാലോട്ടടിയുള്ള അവരുടേതായ തറവാടകത്ത് കയറുന്ന മാത്രമെങ്കില്